ലൈഫിൽ എല്ലാവർക്കും രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ടൈം ഫ്രീഡം, രണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം. വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അതിലേക്ക് എത്തിയിട്ടുണ്ടാവുന്നത്. ആൻഡ് ഇവരെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഒന്നെങ്കിൽ അവരവരുടെ ഡൊമൈനിലെ ഒരു മാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇന്ത്യയിൽ വന്നു തുടങ്ങിയത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഗൂഗിൾ പേയും ഫോൺ പേയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്തു യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ പാരൻസ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പാരൻസ് ഇനീഷ്യലി അത് യൂസ് ചെയ്യാൻ ഒരു ഹെസിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അവർക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പോകെ നമ്മളൊക്കെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരത് വില്ലിംഗ്ലി ടേക്കപ്പ് ചെയ്ത് തുടങ്ങി, അവരത് പഠിക്കുകയും ചെയ്തു, യൂസ് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും UPI പേയ്മെൻറ്റ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. ഞാൻ റീസെൻ്റ്ലി നാട്ടിൽ പോയപ്പോൾ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛമ്മ ഫോൺ പോലും ഇപ്പോഴും ഉപയോഗിക്കാറില്ല. ഫോൺ ഉപയോഗിക്കാത്ത ഒരാൾ ഒരിക്കലും UPI പേയ്മെൻറ്റ് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവുമല്ലോ. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ടെക്നോളജീനെ പറ്റിയാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഈ ഒരു പുതിയ ടെക്നോളജി ഓരോ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തതും ടേക്കപ്പ് ചെയ്തതും ഡിഫറെൻറ്റ് ടൈമിങ്സിലാണ്. ഇതുപോലെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസും. ടെക്നോളജി മാറുന്നില്ല, ഓപ്പർച്യൂണിറ്റി മാറുന്നില്ല, ആൾക്കാർ അത് ടേക്കപ്പ് ചെയ്യുന്ന ടൈമിംഗ് മാത്രമാണ് മാറുന്നത്. ഈ ഒരു കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞത് ആക്ച്വലി ഒരു പാറ്റേണിൽ നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു ടെക്നോളജി ഒരു സൊസൈറ്റി ടേക്കപ്പ് ചെയ്തെന്നുള്ളതാണ്. ഒരു പുതിയ ടെക്നോളജി. ഈ പറഞ്ഞ കാര്യങ്ങളിലൊരു പാറ്റേൺ ഉണ്ട്. ആൻഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, എന്തൊരു പുതിയ കാര്യം വന്നാലും ഇത് തന്നെയായിരിക്കും ഒരു പാറ്റേൺ. ഇതൊട്ടും റാൻഡം ആയിട്ടുള്ള കാര്യമല്ല. ഇതൊരു മാത്തമാറ്റിക്കൽ ഗ്രാഫിലൂടെ നമുക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ വരെ ചെയ്യാൻ പറ്റും. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലോന്റെ പേര് ലോ ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ എന്നാണ്. ഈ ഒരു ലോന്റെ ഗ്രാഫിൽ കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും 5 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറയുന്നതാണ് ഇന്നോവേറ്റേഴ്സ്. ഈ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ പേടിയില്ല. അവർ എന്ത് കിട്ടിയാലും അത് ആദ്യം ടേക്കപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫോണുകളിലൊക്കെ ബീറ്റ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അല്ലെ. നമുക്കിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, ഈ ഒരു അപ്ഡേറ്റ് റിസ്ക് ആണ്, ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ വര വീഴും എന്ന് അറിഞ്ഞാൽ പോലും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരുണ്ടാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ സെറ്റ് ഓഫ് ആൾക്കാർ. ഒരു ഐഡിയ ആവട്ടെ, ഒരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ, ഇവര് ആദ്യം ടേക്കപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വളരെ ചെറിയ ശതമാനം ആൾക്കാരാണ്, അതായത് വെറും 2.5% വരുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് റിസ്ക് വളരെ കൂടുതലാണ് നോക്കാനുള്ളത്. പുറമേ എന്നുള്ള ഒരാൾ നോക്കുമ്പോൾ ഇവർക്ക് ഭ്രാന്താണ് എന്ന് വരെ തോന്നാനുള്ള ഒരു രീതിയിലായിരിക്കും ഇവരുടെ ആക്ഷൻസ്. സോ അതാണ് ഈ ഒരു ഗ്രാഫിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാർ. ഇന്നോവേറ്റേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പാണ് ഏർലി അഡോപ്റ്റേഴ്സ്. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നോവേറ്റേഴ്സിനെ പോലെ ഇവർക്ക് ഫെയിലിയറിന് അത്ര ഒരു ചാൻസ് കുറവാണ്. ഇവരൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കുന്നത്. കൃത്യമായിട്ട് കാര്യം പഠിച്ച് ഇത് വളരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ഡിസിഷനിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ശതമാനമാണ്, വെറും 13.5% ആണ് ഉണ്ടാവുന്നത്. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത തന്നെ ഇതാണ്, വേൾഡിലേക്ക് ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുണ്ടാക്കി എടുക്കുന്നതാണ് വേൾഡ് ട്രസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ UPIയുടെ ഒരു എക്സാമ്പിൾ വരുമ്പോൾ, ഏർലി അഡോപ്റ്റ് ചെയ്ത കൺസ്യൂമേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ഷോപ്പ് കീപ്പേഴ്സ് അത് അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ അവർ പെട്ടെന്ന് വളരുള്ളൂ. ഒരു കടയിൽ UPI പേയ്മെന്റ് ഉണ്ട്, മറ്റൊരു കടയിൽ UPI പേയ്മെന്റ് ഇല്ല. ഏത് കടയിലായിരിക്കും പെട്ടെന്ന് കസ്റ്റമേഴ്സ് പോയി പേയ്മെന്റ് നടക്കുന്നുണ്ടാവുക? UPI പേയ്മെന്റ് ഉള്ള ഒരു കടയിലായിരിക്കും, കാരണം അവർക്ക് ചോയ്സസ് ഉണ്ട് ഓഫ് പേയ്മെന്റ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരും വരുന്നത്. ഏർലി അഡോപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ട്രെൻഡ് ഫോളോ ചെയ്യുന്നവരല്ല, ഇവർ ക്വയറ്റ്ലി ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുമായിരിക്കും. ഇന്നോവേറ്റേഴ്സ് ഒരു പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഏർലി അഡോപ്റ്റേഴ്സ് ആയിരിക്കും അതൊരു മാസീവ് ഫയർ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുവരെ സംസാരിച്ചതിലെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് നെക്സ്റ്റ് വൺ, ഏർലി മെജോറിറ്റി. അതായത് 34% ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇവര് ബേസിക്കലി റിസ്ക് ടേക്കേഴ്സ് അല്ല, ഏർലി അഡോപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു മൊമെന്റം കണ്ടിട്ട് ഇവരതങ്ങ് അഡോപ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു പ്രൂഫ് കിട്ടിയാൽ മതി, അവർ കൺവിൻസ്ഡ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് ഇതൊരു ഹാബിറ്റ് ആയി മാറുന്നത്, സോഷ്യലി ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ലേറ്റ് മെജോറിറ്റി. ഓൾമോസ്റ്റ് 34% ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരായിരിക്കും. അതായത് നമ്മൾ സംസാരിക്കുന്ന 1/3. ഇവർക്ക് ഈ ചേഞ്ച് അത്ര താല്പര്യമില്ല, ഒരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ഒരു എക്സ്പെരിമെന്റിനോ ഫെയിലിയറിനോ ഒന്നും ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് സ്പീഡിലല്ല താല്പര്യം, സെക്യൂരിറ്റിയിലാണ്.
ഈ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ബഗ്സോ ഫെയിലിയേഴ്സോ എക്സ്പെരിമെന്റ്സോ ഒന്നുമില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇവരെന്തെങ്കിലും ടേക്കപ്പ് തന്നെ ചെയ്യുള്ളൂ. സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഇവരിത് ചെയ്യുന്നത് പോലും. ആൻഡ് ഫൈനലി എൻഡ് ഓഫ് ദ കർവിൽ വരുന്നതാണ് ലാഗാർഡ്സ്. ഇതും അത്യാവശ്യം വലിയൊരു ശതമാനമാണ്. 16% ആൾക്കാർ ലാഗാർഡ്സ് ആണ്. ഇവർ ഈ സൊസൈറ്റിയിൽ വരുന്ന എല്ലാ ചേഞ്ചും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇവർക്ക് അതിലുള്ള റിസ്ക് എന്താണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ അവർ റെസിസ്റ്റന്റും ആണ്. അവർക്ക് ആ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനും താല്പര്യമില്ല. ഇവർ കംപ്ലീറ്റ്ലി ആ കാര്യം അവോയ്ഡ് ചെയ്യാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടായ കാര്യങ്ങളെ കൊണ്ടൊന്നും അല്ല. ദേ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ചേഞ്ച്. അവർ നോക്കുമ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു സാധനം എന്തിനു മാറ്റണം എന്ന് ചിന്തിക്കുന്നുള്ളൊരു കൂട്ടം ആൾക്കാരാണ്. ഇഫ് ഇറ്റ് എയിൻ ബ്രോക്ക് വൈ ഫിക്സ് എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അവർക്ക് വരുന്നത്. നമ്മളിപ്പോഴും ഏതെങ്കിലുമൊക്കെ കടകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം അവർ ക്യാഷ് മാത്രം എടുക്കുന്ന ഒരു സെറ്റ് ഓഫ് കടകൾ എവിടെയെങ്കിലും നമുക്ക് കാണുന്നുണ്ടാവും. അവർക്ക് അറിയായിരിക്കും. നമ്മൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കും, ഇവർക്കൊരു QR കോഡ് വെച്ചുകൂടെ, ഈ ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യാത്തേ. ഏതൊരു മേഖലയിലും നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അങ്ങനെ ഉണ്ടായിരിക്കും. സോ അതാണ് ലാഗാർഡ്സ്. അവർക്ക് ചേഞ്ച് നെസസറി അല്ല, ബിക്കോസ് ലൈഫ് ഓൾറെഡി വർക്ക്സ്. അതോടെ നമ്മൾ 5 കാറ്റഗറികളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇനീഷ്യലി ഞാൻ വിചാരിച്ചത് ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓർ ആ ഒരു എടുക്കുന്ന പ്ലാറ്റ്ഫോം അതാണ് മാറ്റർ ചെയ്യുന്നതെന്നാണ്. ബട്ട് പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇറ്റ്സ് മോർ അബൌട്ട് ദ പീപ്പിൾ, ഹൗ ദേ ഹാൻഡിൽ ചേഞ്ച്, ദെയർ മൈൻഡ് സെറ്റ്. അതാണ് ആക്ച്വലി കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. ലൈഫിലെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇതേ ഒരു സിമിലർ പാറ്റേണിലാണ് വരുന്നത്. വളരെ ക്വയറ്റായിട്ട് എല്ലാവരെയും ഒന്നും നോട്ടീസ് ചെയ്തിട്ടല്ല എല്ലാ കാര്യങ്ങളും വരുന്നത്. മോസ്റ്റ് പീപ്പിൾ ആ ഒരു സമയത്ത് ഹെസിറ്റേറ്റ് ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും അവർക്കൊരു റിയലൈസേഷൻ വരാം, അന്ന് ഞാനത് ചെയ്താൽ മതിയായിരുന്നു. സോ ഞാൻ പറഞ്ഞ 5 കാറ്റഗറി ഓഫ് ആൾക്കാരിൽ ഇനീഷ്യലി പറഞ്ഞ ആൾക്കാർ ബ്ലൈൻഡ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പൊട്ടൻഷ്യൽ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏർലി ഗ്രൂപ്പ് ആയിരിക്കും. തേർഡ് സെറ്റ് ഓഫ് ആൾക്കാർ പ്രൂഫ് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആൾക്കാർ സേഫ്റ്റിയാണ്. ആൻഡ് ലാസ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാർ ഡസൻ മൂവ് അറ്റ് ഓൾ. സെയിം ഓപ്പർച്യൂണിറ്റി, ഡിഫറെൻറ്റ് മൈൻഡ്സ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലൈഫ്സ് ആയിരിക്കും ഈ പറഞ്ഞ 5 ആൾക്കാരുടെയും. സോ ഞാൻ തുടക്കം പറഞ്ഞ കാര്യത്തിലേക്കാണ് എനിക്ക് വീണ്ടും പോകാനുള്ളത്. ടൈം ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫ്രീഡം ഡസൻ കം ബൈ ലക്ക് ഓർ ബൈ ടാലൻറ്റ്. ഇറ്റ് കംസ് ഫ്രം ഹൗ ഏർലി യു ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ചില ആൾക്കാരെ ലക്കിയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാണ്ട് ദേ വർ ജസ്റ്റ് ഏർലി. അവരാരും സ്പെഷ്യൽ ആയിരുന്നില്ല. അവർ ഫിയറിനപ്പുറം ഒരു ലൈഫ് കണ്ടു. സോ നമ്മൾ ഇനി ആകെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു ഓപ്പർച്യൂണിറ്റിയോ ഓർ കാര്യങ്ങളോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ ഒരു കർവിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ട്, ഹാർഡ് വർക്കാണ് റിവാർഡ് തരുന്നത്. ബട്ട് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ്. സോ ഈ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉള്ളൊരു ലോ ആണ് ഈ ഒരു ലോ. ബിക്കോസ് ദ വേൾഡ് ഡസൻറ്റ് റിവാർഡ് എഫേർട്ട്, ഇറ്റ് റിവാർഡ്സ് ടൈമിങ്.